വിദ്യാമൃതത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം മാജിക്കൽ റിയാലിസമാണ്. എന്താണ് മാജിക്കൽ റിയാലിസം? യഥാർത്ഥമായ ഒരു കഥാ സാഹചര്യത്തിൽ മായാ കഥാപാത്രങ്ങൾ കടന്നു വരുന്ന കലാശാഖയാണ് മാജിക് റിയാലിസം. ഇത് സാധാരണയായി നോവലുകളിലും നാടകീയ പ്രകടനങ്ങളിലുമാണ് കാണപ്പെടുന്നത്. കുട്ടികൾക്ക് ഒന്നും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സിനിമകളെക്കുറിച്ച് പറയാം. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള പ്രാഞ്ചിയേട്ടൻ, എന്നു സ്വന്തം ജാനകിക്കുട്ടി, നന്ദനം, അനന്തഭദ്രം എന്നീ സിനിമകളിലെല്ലാം മാജിക് റിയാലിസം നമുക്ക് കാണാൻ സാധിക്കും. പ്രാഞ്ചിയേട്ടൻ സിനിമകളിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു കല്ലറയുടെ മുകളിൽ മരിച്ച ആളുകൾ ഇരിക്കുന്നതും പിന്നീട് പുണ്യാളനുമായി സംസാരിക്കുന്നതുമാണ്. നമുക്ക് കഥ കാണുമ്പോൾ എല്ലാം യാഥാർത്ഥ്യമായി നടക്കുന്നതായി തോന്നാം. അതുപോലെ തന്നെ ജാനകിക്കുട്ടി സിനിമയിൽ ജാനകിക്കുട്ടി ആത്മാവുമായുള്ള സംസാരം. അതുപോലെ തന്നെ നന്ദനം, ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന പെൺകുട്ടി ഒടുവിൽ ഗുരുവായൂരപ്പനെ കാണുന്നു. ഇതെല്ലാം മാജിക്കൽ റിയാലിസത്തിന് എടുത്തുകാട്ടാവുന്ന ഉദാഹരണങ്ങളാണ്. മാജിക് റിയാലിസം വിദഗ്ധമായി തൻ്റെ കൃതികളിൽ കൂട്ടിച്ചേർത്ത വിശ്രുത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. അദ്ദേഹത്തിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കൃതിയിലും മാജിക്കൽ റിയാലിസം ഉണ്ട്. മാജിക്കൽ റിയാലിസത്തിൽ കൂടി ഈ കഥയെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ മറക്കല്ലേട്ട മക്കളെ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള കഥയും ആശയവുമായി ഇനി നമുക്ക് കാണണ്ടേ? ഓക്കെ.